ഡോക്ടറെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഡോക്ടറോട്. എൻ്റെ മരുമകൾ 9 മാസം ഗർഭിണിയാണ്. പക്ഷേ അവൾക്ക് ആഹാരം കഴിക്കുന്നതിനൊരു കൺട്രോളിങ് ഇല്ല. എപ്പോഴും വാരി വലിച്ച് കഴിക്കണം എന്നുള്ള ഒറ്റൊരു ചിന്തയാണ്. ഭയങ്കര വിശപ്പുമാണ്. അതിനിപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനൊരു അമ്മായിയമ്മയാണ്. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് എനിക്ക് പറയാനും ഒക്കത്തില്ലല്ലോ. അവൾക്ക് വല്ലതും തോന്നിയെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എന്നാലാകുന്നതൊക്കെ ഞാൻ പറയും. പക്ഷേങ്കിൽ ഡോക്ടർ പറയുമ്പോൾ അതിനൊരു വ്യത്യാസം വരുമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് വല്ല കുഴപ്പം ഉണ്ടാകുമോ വാരി വലിച്ചിങ്ങനെ കഴിക്കുന്നത്? എപ്പോഴും വിശപ്പുകൊണ്ടാണ് പുള്ളി കഴിക്കുന്നത്. ഇത് ഒട്ടുമിക്ക അമ്മമാരുടെയും, എസ്പെഷ്യലി ഗർഭിണികളുടെ സ്ഥിരം ഒരു സംശയമാണ്. അവർക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ നിറച്ച് ആഹാരം കഴിക്കണം, പിന്നെ ഉച്ചയ്ക്ക് അതിലും നിറച്ച് ആഹാരം കഴിക്കണം. ഒരു ബിരിയാണി പോരാ, ചിലപ്പോൾ 2 ബിരിയാണി കഴിക്കണം. ഛർദിലില്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. രാത്രിയിലും അതുപോലെ നല്ലോണം ആഹാരം കഴിക്കണം. പിന്നെ വാരി വലിച്ച് കഴിച്ചതിൻ്റെ ഒരു ഗ്യാസും ക്ഷീണവും ഒക്കെ ആയിട്ട് പിന്നെ കിടന്ന് ഉരുണ്ട് പെരളുക, ഇതൊക്കെ സ്ഥിരം കംപ്ലയിൻസ് ആണ്. സോ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ശരിക്കും പ്രഗ്നൻസിയിൽ 3 നേരം അല്ല ആഹാരം കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക, ലഞ്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക, ഡിന്നർ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. ഫോർ എക്സാമ്പിൾ 5 ഇഡ്ഡലിയാണ് ഒരു സ്ത്രീ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗർഭിണി 2.5 ഇഡ്ഡലി രാവിലെ 8:30-ക്കും ബാക്കിയുള്ള 2.5 ഇഡ്ഡലി രാവിലെ 10:30-ക്കും കഴിക്കണം. അതുപോലെ ഉച്ചയ്ക്ക് 12:30-ക്ക് ഒരു തവി ചോറ്, ബാക്കി ചോറ് 2:30-ക്ക് ഒരു തവി ചോറ്. അതുപോലെ 4:30-ക്കും പയറ് പുഴുങ്ങിയതോ മുട്ട പൊരിച്ചതോ എന്തെങ്കിലും ഒരു ലഘുവായിട്ടുള്ളൊരു പലഹാരം. അതുപോലെ തന്നെ രാത്രി 7 മണിക്ക് 1-2 ചപ്പാത്തി. അതുപോലെ 9 മണിയാകുമ്പോൾ വീണ്ടും ബാക്കിയുള്ള 1-1.5 ചപ്പാത്തി കഴിക്കാം. ഇങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് വയറ് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യും. അനാവശ്യമായിട്ട് വാരി വലിച്ച് കഴിക്കാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. വയറിൽ എപ്പോഴും ഫുഡ് ചെല്ലുന്നത് കാരണം കിളി കഴിക്കുന്ന പോലെ കുറേശ്ശെ ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ കൂടുമ്പോഴാണല്ലോ നമ്മൾ പാല് കൊടുക്കുക, അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് ആണല്ലോ കൊടുക്കുക. സോ അത് നമുക്ക് ഇപ്പോഴേ ശീലിക്കാം. 2 മണിക്കൂർ കൂടുമ്പോൾ ഫുഡ് സ്പ്ലിറ്റ് ചെയ്ത് 3 മീൽസ് എന്നുള്ളത് മാറ്റി 3 മീൽസ് ആൻഡ് 3 സ്നാക്സ് എന്നുള്ള രീതിയിൽ കഴിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിനും സെക്രീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഷുഗർ ലെവലിൽ ഫ്ലക്ച്വേഷൻ ഒന്നും വരുത്തില്ല, ഗ്യാസിൻ്റെ ശല്യമില്ല, വയറ് നിറഞ്ഞിരിക്കും. അപ്പോൾ ഇതല്ലേ എന്തുകൊണ്ടും നല്ലത്. താങ്ക് യു ഡോക്ടർ.